വേനൽക്കാലത്തും മഴക്കാലത്തുമെല്ലാം കുടിവെള്ളം ഒരു പ്രശ്നമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഇടമാണ് കൊച്ചി. അത് കുടിവെള്ള പൈപ്പ് പൊട്ടുന്നതിലൂടെയും കുടിവെള്ള ക്ഷാമം മൂലവും ഒക്കെ തന്നെ ഈ വിഷയം സജീവ ചർച്ചയായി നിൽക്കാറുമുണ്ട്. കൊച്ചിയിലെ കുടിവെള്ള വിതരണ ശൃംഖല സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നു എന്നുള്ളതാണ് നിലവിൽ വലിയ പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്നുമുണ്ട്. ADB വായ്പ പ്രകാരം നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഫ്രഞ്ച് കമ്പനിയായ സിയൂസിനാണ് നൽകിയിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലുള്ള നിരക്കിലുള്ള വർധനവ്, ഒപ്പം തന്നെ നിലവിലെ കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ അവതാളത്തിലാകുന്ന തരത്തിലേക്കുള്ള ഒരു പോക്ക്. ഇതൊക്കെയാണ് നിലവിൽ ഈ വിഷയങ്ങൾ പ്രതിഷേധമായി തന്നെ ഉയർന്നു വരുന്നത്. കൊച്ചിയിലെ കുടിവെള്ള വിതരണം അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാര്യത്തിൽ. കേന്ദ്ര പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് ഇത്തരത്തിലൊരു വലിയ പദ്ധതിക്ക് കേരള വാട്ടർ അതോറിറ്റി തയ്യാറെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൊച്ചിയിൽ നടപ്പിലാക്കുക, രണ്ടാമത്തെ ഘട്ടം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്ന കാര്യം. ഈ അമൃത് പദ്ധതി പ്രകാരം ഇവിടെ ഏതാണ്ട് നിലവിലെ പദ്ധതി, അതായത് കുടിവെള്ള പദ്ധതി അമൃത് പദ്ധതി പ്രകാരം ഈ പശ്ചിമ കൊച്ചി മേഖലയിലുള്ള പൈപ്പുകൾ ഉൾപ്പെടെ എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഏതാണ്ട് ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു പരിധി വരെ ശരിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ കണക്ക് പ്രകാരം നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. പക്ഷേ അത് പോരാ എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ നിലവിലെ കണക്കുകൂട്ടലും അതനുസരിച്ചുള്ള നീക്കങ്ങളുമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ പദ്ധതി പ്രകാരം നടപ്പിലാക്കുമ്പോൾ ADB വായ്പ പ്രകാരമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2511 കോടി രൂപയ്ക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ 750 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ പദ്ധതി വിഭാവന ചെയ്യുന്നത്. ഫ്രഞ്ച് കമ്പനിക്ക് ഇത്തരത്തിൽ ഇതിന്റെ മുഴുവൻ ചുമതലയും നൽകിയാൽ പമ്പ് ഹൗസ് മുതൽ ബാക്കിയുള്ള പൈപ്പുകൾ വരെ കൃത്യമായ രീതിയിൽ പുതുക്കി ഗംഭീരമാക്കും എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. എന്തായാലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ കക്ഷികൾ പോലും പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി കാണുന്നുണ്ട്. അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ വെള്ളത്തിനുള്ള പണം അത് ഇനിയും ഉയരാനുള്ള സാധ്യത, അതായത് നിരക്ക് വർധന തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നിലവിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഏതാണ്ട് പകുതിയോളം പൂർത്തിയായി നിൽക്കുന്ന സാഹചര്യവുമാണ്. അവിടെയാണ് ഇത്തരത്തിൽ നിലവിലുള്ള പരിപാടികളെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് പുതിയൊരു പദ്ധതി നടത്താനുള്ള ശ്രമം നടക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വാട്ടർ അതോറിറ്റിക്കും അവരുടേതായിട്ടുള്ള ചില വാദങ്ങളുണ്ട്. നിലവിലെ സംവിധാനത്തിൽ ഏതാണ്ട് 50% ലീക്കേജ് ഉണ്ട് എന്നുള്ളതാണ്. 50% ലീക്കേജിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഈ നിലയിൽ ഫ്രഞ്ച് കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലീക്കേജുകളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കും. ഒപ്പം തന്നെ പമ്പ് ഹൗസ് മുതൽ ഇത്തരത്തിൽ എല്ലാ പൈപ്പുകളും ഗംഭീരമായി പശ്ചിമ കൊച്ചി മേഖലകളിലും ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ കുടിവെള്ളം കൃത്യമായി മുഴുവൻ സമയം എത്തിക്കാനുള്ള നടപടികൾ ഇതിലൂടെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുമാണ് ഇവർ എന്തായാലും വാട്ടർ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. ഇതിനെതിരെയൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. AITUC ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുമാണ്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം കുടിവെള്ളം പോലും സ്വകാര്യവൽക്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. ഇനി ഇതിന്റെ നിരക്ക് അത് എത്ര രൂപയ്ക്ക് വെള്ളം വിൽക്കണം എന്നതിന് ഉൾപ്പെടെ തീരുമാനിക്കാനുള്ള അധികാരം ഈ ഫ്രഞ്ച് കമ്പനിക്ക് ആകും എന്നുള്ളതും ഇതിൽ അടിവരയിട്ട് പറയുന്ന ഒരു ആശങ്ക തന്നെയാണ്.